ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ സുഖമാണ്. ഭയങ്കര മഴയാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഗൈസ്, എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ടൗണിലോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ചെറിയ മോളെ ഉറക്കിയിട്ടുണ്ട്. അത് എണീക്കുമ്പോഴത്തേനും തിരിച്ചു വരണം. അപ്പോൾ ഇവിടെ നിന്ന് കറങ്ങുന്ന കണ്ടുകൊണ്ട് മോള് ഉമ്മച്ചി എന്താ ഇറങ്ങിയില്ലേ ഇത്രയും നേരമായിട്ടെന്ന് ചോദിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഇക്ക ടൗണിൽ വരും. അപ്പോൾ റിട്ടേൺ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇക്ക വരുമ്പോഴത്തേക്ക് എനിക്ക് ടൗണിൽ. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കേക്കും അതുപോലെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയുള്ള ഫുഡിൻ്റെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു കാറ്ററിംഗ് പരിപാടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓർഡർ വല്ലപ്പോഴും വരുവാണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ മാത്രം നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ എനിക്ക് എടുക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ പാക്കിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ഇതും കൂടെ ഏറ്റെടുത്ത് തന്നെ രണ്ടും കൂടെ കൊളായി പോകും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ അതിൻ്റെ ചെയ്യാറില്ല. അത്യാവശ്യമായിട്ട് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നതുകൊണ്ട് ഞാൻ ആ ഓർഡർ അങ്ങ് എടുത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂസ് മലയാളം ചാനലിന് വേണ്ടിയിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ ഞാനൊരു കേക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് കേക്ക് നല്ല ഇഷ്ടമായപ്പം വീണ്ടും എനിക്ക് ഒരു ഓർഡർ കൂടെ തന്നെയാണ്. അപ്പോൾ ഇതൊരു വർഷം ആയി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ അങ്ങനെ കേക്ക് എനിക്ക് തന്നെ വീണ്ടും ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ടൗണിലുള്ള മഫിൻസിലാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നത്. വീഡിയോ എടുത്താണ് വന്നത്. അപ്പോൾ എനിക്കൊരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. കഷ്ടം പറ്റാതിരിക്കുക. മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ മഴയത്ത് പെട്ടുപോയി. മഴയത്ത് പെട്ടുപോയി. എന്താ കള്ളൻ നോക്കുന്നതാണൊക്കെ നോക്കുന്നത്. അത് തന്നെ പെട്ടുപോയി. ഞങ്ങൾ പെട്ടുപോയി. എവിടെ വന്നാലും പെടും. അപ്പോൾ ഇക്കാൻ്റെ കുറച്ച് കോമഡികളാണ് കേട്ടോ. ഇവളെ കൂടെ എവിടെ വന്നാലും പെടുമെന്ന്. ഇനി പെട്ടതിൽ കൂടുതൽ പെടാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുടയും ചൂടി അങ്ങനെ മഴയത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് വഴിയാണ് പോകുന്നത്. മഴ നനഞ്ഞ് പോകാൻ വയ്യാത്തതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി ഒരു കോട്ടൊക്കെ മേടിച്ചായിരുന്നു. സ്ഥിരമായിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഒന്നിച്ചെല്ലാം കൂടെ എടുക്കുന്നതായിരിക്കും ലാഭം. പിന്നെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമുക്കൊന്നും മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടെ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കേക്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ മോളാണെങ്കിൽ ഇടയ്ക്കൂടെ ഓരോന്ന് തോണ്ടലും പറക്കലും എടുത്തുകൊണ്ട് പോക്കുകയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പാടാണ് കേക്കൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കി കൊടുത്തത് വൈറ്റ് കളർ സ്പഞ്ച് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. സാധാ വാനില നോർമലായിട്ടുള്ള കേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു മാറ്റം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഈ തവണ കൊക്കോ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തെടുക്കുന്ന കണക്കുള്ള സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നുമല്ല, അതിൽ സാധാ നമുക്ക് മേളിൽ പ്രിൻ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചാനലിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള പ്രിൻറ്റും ഇതൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു കേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല, കൊക്കോ പൊടി മാത്രം ഇട്ടിട്ട് കേക്കൊന്ന് ബ്ലാക്ക് കളറാക്കി എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മക്കൾക്ക് കൂടെ ഇവിടെ വേറെ ചെയ്യണം കേട്ടോ. സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇവരിത് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്കും കൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവണൊക്കെ തുറന്നിട്ട് ഒത്തിരി നാളായി. അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ഇതൊക്കെ ചൂടാക്കാറുണ്ട് കേട്ടോ. ചിക്കനും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് വെച്ച് ചൂടാക്കി എടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ തക്കുട് ഇവിടെ വന്നിരുന്ന് ഭയങ്കര സംസാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കണ്ട, ഞാൻ കുറച്ച് തക്കുടിൻ്റെ സംസാരമൊക്കെ കേൾപ്പിച്ചു തരാം. അപ്പോൾ മൊത്തം ഈ വീഡിയോ കാണണേ. ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. മക്കൾക്ക് തരത്തില്ല, ഇത് മക്കൾക്ക് തരാനില്ല, ഇത് കൊടുക്കാനാണ്. ഇത് കൊടുക്കാനാണ്. ഇത് ആരും കൊടുക്കാൻ തുടങ്ങി കൈ കൊള്ളു. ഇങ്ങോട്ട് മാറി ഇറങ്ങ ഇങ്ങോട്ട്.
അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര സംശയമായിരിക്കും. എൻ്റെ അടുക്ക വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങളും ഇതെന്താ അതെന്താ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതിൽ നിന്ന് തൊട്ടൊക്കെ ഒന്ന് നാവി വെച്ച് നോക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മുന്നേ ഞാൻ കേക്കൊക്കെ ചെയ്യാൻ നേരത്ത് കേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓരോ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഞാൻ വിചാരിക്കും, ഒരുപാട് യൂട്യൂബിനകത്ത് കേക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടെ കേക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ കേക്കൊക്കെ ആര് കാണാനാണെന്നും പറഞ്ഞ് ഞാൻ അതെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോഴാണ് ഈ യൂട്യൂബിലോട്ട് ഞാൻ വീഡിയോ ഇടാൻ ഉള്ള ഒരു ആശയം വരുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇടയ്ക്ക് നടന്നിരിക്കുന്നുണ്ട്. മോനാണ് ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ പാക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തിന്നതും കുടിച്ചതും എല്ലാ ഗ്ലാസും പാത്രങ്ങളും ഇവിടെ തന്നെ കാണും കേട്ടോ. അപ്പോൾ ഈ ടി വിക്കകത്ത് എന്തെങ്കിലും കാർട്ടൂണും ഗെയിമൊക്കെ ഇട്ട് അതും കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പാക്ക് ചെയ്യും. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീടുകളിലും കേക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊറോണ ടൈമിലായിരിക്കും വന്നിട്ടുണ്ടാവുകയെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ യൂട്യൂബിൽ നോക്കി ഒരുപാട് കേക്കുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് പൊട്ടി 2 പീസായി വന്നിട്ട് പകുതി കേക്ക് താഴത്തോട്ട് വരികയും പകുതി പീസ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്ത്. സംഭവമൊന്നുമല്ല, നമ്മളുടെ ഓയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മേടിക്കാനുള്ള മടി കൊണ്ട് ഒരു 2 സ്പൂണ് ഓയിലിന് വേണ്ടി ഇനി പോയി മേടിക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആ ബാറ്റർ ഒഴിച്ച് അങ്ങ് വെച്ച് തിരിച്ച് കമത്തി തട്ടിയിട്ടപ്പം കേക്ക് താഴത്തോട്ട് വീഴുന്നില്ല. അങ്ങനെ 5-6 തട്ടങ്ങ് തട്ടിയപ്പം കേക്ക് ബ്രേക്കായി വന്നു കേട്ടോ. 2 പീസായി വന്ന് പകുതി കേക്ക് ടിന്നിനകത്തും പകുതി കേക്ക് പുറത്തുമായ അവസ്ഥയാണ്. അപ്പോൾ ഇത് കണ്ട് ഇക്ക വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസമാണെങ്കിൽ രാവിലെ 10-11 മണിയാകുമ്പോഴത്തേനും കേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇക്ക രാവിലെ പോകാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കേക്ക് ഇങ്ങനെ പീസായി വന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല, മക്കൾക്കും കൊടുത്തു, ഞാനും അങ്ങ് തിന്നു. മാറും, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നാളെ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കണം. മാറും. അങ്ങനെ മക്കൾക്കൊക്കെ കുറച്ച് കേക്കൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഉറക്കം കളയാൻ ഞാൻ തയ്യാറല്ല ഗൈസ്. ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് ഇനി എന്തും വരട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇനി ബാക്കിയെല്ലാം നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇനി അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറേ ടെൻഷനായി. കാര്യം എന്താണെന്നൊന്നും അറിയില്ല. കുറേ ദിവസം കൊണ്ട് കിളി പോയ മട്ടാണ് എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചിരിച്ച് അവസാനം പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ അന്തം വിട്ട കുന്തം പോലെ നോക്കിയിരുന്നു. ഞാൻ ഇനിയിപ്പോൾ കേക്ക് കൊടുക്കാൻ എന്തോ ചെയ്യുമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ കുറേ ആലോചിച്ച് ഇങ്ങനെ നടന്നു ഗൈസ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ സ്റ്റിക്കറുമായിട്ട് ബേക്കറിയിൽ പോയി ഒരു പ്ലെയിൻ കേക്ക് മേടിക്കാം, അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് അവിടെ കൊണ്ട് കൊടുക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ ഗൈസ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സിംഹം കിടന്നുറങ്ങുന്നുണ്ട്. ആ സിംഹം എന്നെ അങ്ങനെ വേറെ കേക്ക് മേടിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വേറെ ഒരു കേക്ക് ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ 11 മണിയായപ്പോൾ ഞാൻ ഇക്കയെ വിളിച്ച്, ഇക്ക കേക്ക് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഞാൻ കേക്ക് ചെയ്യും. അപ്പോൾ ഇക്ക വിഷമിക്കണ്ട, ഞാൻ കേക്ക് സെറ്റാക്കി തരാമെന്ന്. അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ട്, സെറ്റായോ ഗൈസ്? പറയൂ, നിങ്ങൾ പറയൂ. പിന്നെ കുറേ കാര്യങ്ങളൊന്നും അടുത്ത നെക്സ്റ്റ് കേക്കിൻ്റെ കാര്യങ്ങളൊന്നും കുറേ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ടെൻഷൻ കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു ഐറ്റംസ് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ജീരക മുട്ടായും ചെറിയും വെച്ച് ഞാൻ അങ്ങ് ഡെക്കറേഷൻ ചെയ്ത്. സത്യം പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഒരു കേക്ക് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ മടിയായിരിക്കാം ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ബേക്കറിയിൽ പോയി ഒരു കേക്ക് മേടിച്ച് ഈ സ്റ്റിക്കർ അവിടെ കൊണ്ടുപോയി ഒട്ടിപ്പിച്ചിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ ആയപ്പം അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്കാക്ക് എപ്പോഴും പറയാനൊരു കാരണമായിരിക്കും, നീ പണ്ട് കേക്ക് ഇങ്ങനെ ചെയ്തില്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് എന്നും ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മധൈര്യം കൈവിടാതെ ഞാൻ അപ്പോഴും നിന്നൊരു കേക്ക് സെറ്റ് ചെയ്ത് ദാണ്ടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ആ വിചാരമാണ് ആർക്കും വരാത്തല്ലേ. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും വരുവടേ. നമ്മളങ്ങ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഈ കേക്ക് ചെയ്ത് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ കുറേ കേക്കിൻ്റെ ഓർഡർ വന്നിട്ട് എനിക്ക് ഭ്രാന്തെടുത്തൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഒരു മാസം കൊണ്ട് ഞാനൊരു 10-30,000 രൂപയ്ക്ക് കേക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ഒരു ദിവസം തന്നെ
ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഒരു ദിവസത്തിൽ ഞാൻ 10,000 രൂപയുടെ കേക്ക് അങ്ങാണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ഒന്നും പറയണ്ട, എല്ലാ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒന്നും അത്ര നിസ്സാരമല്ല. കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മുടെ മടി തന്നെയാണ് കേട്ടോ. എനിക്കും അപ്പം ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് കേട്ടോ, ലേഡീസിൻ്റെ കാര്യമാണ് പറയണത്. ഒരു കംഫർട്ട് സോൺ ഉണ്ട് നമുക്കെല്ലാവർക്കും. അതിനകത്തുനിന്ന് നമ്മൾ എപ്പോഴാണോ പുറത്ത് ചാടുന്നത് അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വരുമാനം വീട്ടിലിരുന്നാണെങ്കിലും പുറത്തു പോയാണെങ്കിലും ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.